സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ഡിസോർഡർ ആണ്. അതായത് സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ലഹരി വസ്തുവിൻ്റെ ഉപയോഗം, മദ്യമായിക്കോട്ടെ മറ്റേത് ലഹരി വസ്തുവിൻ്റെ ഉപയോഗം പെട്ടെന്ന് നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഈ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ധാരാളം ലക്ഷണങ്ങൾ അവർ പുറപ്പെടുവിക്കും. മാനസിക പ്രശ്നങ്ങളുണ്ടാകും. അതായത് ശല്യമുണ്ടാക്കുന്ന ധാരണകൾ എന്ന് വെച്ചാൽ നമ്മൾ ശരിയായ ധാരണകളല്ല, തെറ്റായ ധാരണകൾ. അയാൾ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ വൈഫ് എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, അതല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ എന്നോട് ഇങ്ങനെ പെരുമാറി എന്നുള്ള തെറ്റായ ധാരണകൾ, ചിന്തകൾ, തെറ്റായ ചിന്തകൾ, ന്യായീകരണങ്ങൾ, പിന്നെ ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. വ്യക്തിപരമായിട്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ, സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഏതായാലും വിഡ്രോവൽ ഉണ്ടാകുന്നത് എത്രമാത്രം ഉപയോഗിച്ചോ അത്രമാത്രം ലക്ഷണങ്ങൾ വിഡ്രോവലിന് കാണിക്കും. ചില ആളുകൾ പറയുന്നതായിട്ടുണ്ട്, അവർ പെട്ടെന്ന് അപസ്മാരം പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് വരാറുണ്ട്. ഉപയോഗിച്ചില്ലെങ്കിൽ അപസ്മാരം വരും, കൈവിറയ്ക്കും, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഉപയോഗം എത്രമാത്രമുണ്ടോ അത്രമാത്രം വിഡ്രോവലും കാണിക്കും. കുറച്ച് ഉപയോഗിച്ചാൽ കുറച്ച് വിഡ്രോവൽ ഉണ്ടാകും. കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിഡ്രോവൽ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സബ്സ്റ്റൻസ് അത് ലീഗലായാലും ഇല്ലീഗലായാലും റെഗുലറായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഉപയോഗം, അതിൻ്റെ ഉപയോഗം തീർച്ചയായും ഒരു രോഗാവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കും. കാരണം ഇത്തരം സബ്സ്റ്റൻസുകളുടെ ഉപയോഗം ഒരു വളരുന്ന രോഗമാണ്. ആദ്യം കഴിച്ച പോലെ ആയിരിക്കില്ല അവർ അവസാനം അല്ലെങ്കിൽ നിർത്താൻ പോകുന്ന ആ സാഹചര്യങ്ങളിൽ കഴിക്കുന്നത്. ചില ആളുകൾ ഒരു മരുന്നായിട്ട് തന്നെ ഇത്തരം വസ്തുക്കളെ കാണാറുണ്ട്. ആൽക്കഹോളിന് മരുന്നായി കണ്ട് ഉപയോഗിക്കുന്ന, അതായത് അവർക്ക് അപസ്മാരം വരാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട്, വിഡ്രോവൽ വരാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകാം.